മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പോപ്പ് സംഗീത രാജാവ് മൈക്കിൾ ജാക്സൺ വിട പറഞ്ഞിട്ട് 15 വർഷം. ചടുലമായ ചുവടുകളും മനം നിറയ്ക്കുന്ന സംഗീതവുമായി 4 പതിറ്റാണ്ടിലധികം നമ്മെ മൈക്കിൾ ജാക്സൺ വിസ്മയിപ്പിച്ചു. സംഗീതത്തിലൂടെ സമൂഹത്തിന്റെ അപജയങ്ങൾക്കെതിരെ ശബ്ദിച്ച കലാകാരനായിരുന്നു ജാക്സൺ. പോപ്പ് സംഗീതത്തിലെ കറുപ്പിനും വെളുപ്പിനുമിടയിൽ ജീവിച്ച കലാകാരനായിരുന്നു മൈക്കിൾ ജാക്സൺ. കടുത്ത വർണ്ണവിവേചനത്തിന്റെ നാളുകളിലായിരുന്നു മൈക്കിൾ ജാക്സൺ രംഗപ്രവേശനം ചെയ്തത്. സ്വന്തം രൂപത്തെക്കുറിച്ചുള്ള അപകർഷതാബോധം സംഗീതം കൊണ്ടാണ് മൈക്കിൾ ജാക്സൺ തുടച്ചുമാറ്റിയത്. തന്റെ കൺമുന്നിൽ കണ്ട തിന്മകളെ ചോദ്യം ചെയ്ത ജാക്സണിലൂടെയായിരുന്നു ആധുനിക പോപ്പ് സംഗീതത്തിന്റെ വളർച്ച. പ്രണയം, വർണ്ണവിവേചനം, ഏകാന്തത, വനനശീകരണം, മലിനീകരണം, ദാരിദ്ര്യം, യുദ്ധക്കെടുതികൾ ജാക്സൺ തന്റെ ഗാനങ്ങളിലൂടെ ചർച്ച ചെയ്ത വിഷയങ്ങൾ അനവധി. 1991 പുറത്തിറങ്ങിയ ഡേഞ്ചറസ് എന്ന ആൽബം ലോകത്തെ ഏറ്റവും മൂല്യമേറിയ സംഗീതജ്ഞനാക്കി ജാക്സനെ മാറ്റി. സ്മൂത്ത് ക്രിമിനൽ എന്ന ഗാനത്തിനായി നിർമ്മിച്ച പ്രത്യേക ആന്റി ഗ്രാവിറ്റി ഷൂവിന്റെ പാറ്റന്റ് ജാക്സന്റെ പേരിലാണ്. സംഗീത ലോകത്തും പുറത്തും വിവാദങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.